കാലഘട്ടത്തിൻ്റെ സുവിശേഷ ദീപങ്ങളാകുവാൻ ഇതാ അനേകം നവയുഗ വൈദികർ സമർപ്പണം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സഭയെ പടുത്തുയർത്തുവാൻ ഇവരിതാ യാത്രയാകുന്നു. ഇത് OCD സഭാംഗവും ഇപ്പോൾ മിസോറാമിൻ്റെ മണ്ണിൽ മിഷണറി ശുശ്രൂഷകളും ചെയ്യുന്ന ഫാദർ ആന്റണി മേരി ക്ലാരറ്റ്. ഏറെ സങ്കീർണമായ മിസോറാമിലെ സഭയുടെ പ്രേക്ഷിത വേലകളെക്കുറിച്ചും തൻ്റെ വ്യക്തിപരമായ ദൈവവിളി അനുഭവങ്ങളും ആന്റണി അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഫാദർ ആന്റണി മേരി ക്ലാരറ്റ്. ആന്റണി അച്ഛൻ്റെ മുഴുവൻ പേരാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ശാലോം TV-യിലെ ജോഷുവ എന്ന പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ എപ്പിസോഡാണിത്. സ്വാഗതം. അച്ഛൻ്റെ ആദ്യ എപ്പിസോഡിലെ പങ്കുവയ്ക്കലുകൾ വളരെ വളരെ ഒരു ആഴപ്പെട്ടതാണ്, ഹൃദ്യമായിരുന്നു. കാരണം അച്ഛൻ വൈദികനാവാൻ നടന്ന വഴികൾ, പ്രത്യേകിച്ച് ജന്മം കൊണ്ട് ഒരു കത്തോലിക്കനാവാൻ ഉള്ള സാഹചര്യമായിരുന്നില്ല, മറിച്ച് മാതാപിതാക്കളിലൂടെയൊക്കെ കിട്ടിയ ചില ചിന്തകളിൽ നിന്ന് ബാക്കി ഒരുപക്ഷെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളും മറ്റുള്ളവരും എല്ലാം മറ്റൊരു വിശ്വാസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴും അച്ഛൻ്റെ ഒരു അന്വേഷണമാണ് അച്ഛനെ ക്രിസ്തുവിലേക്ക് കൂടുതൽ ആഴപ്പെടുത്തുകയും പ്രത്യേകിച്ച് മാതാവിനോടുള്ളൊരു അടുപ്പമൊക്കെ ഒരു കത്തോലിക്കനായി ജീവിക്കാൻ അച്ഛൻ തീരുമാനമെടുക്കുകയും അതിലൂടെ കുറച്ചുകൂടെ ദൈവത്തിൻ്റെ ഒരു ആഴപ്പെട്ട വിളി തിരിച്ചറിഞ്ഞാണ് ഒരു പുരോഹിതനായത്. ഈ പങ്കുവെക്കലുകളൊക്കെ ആദ്യ എപ്പിസോഡിൽ വളരെ മനോഹരമായിരുന്നു. ധാരാളം സഹനങ്ങൾ സന്യാസ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും ഈ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയാണ് ഏറ്റവും വലിയ കൂട്ടെന്നും അച്ഛൻ പറയാറ്. വൈദിക പരിശീലന കാലത്തൊക്കെ അമ്മയാണ് കൂട്ടായിരുന്നത്. അമ്മ എപ്പോഴും ഉണ്ട്. ഒരുപക്ഷെ മിസോറാമിലേക്ക് വളരെ കഷ്ടം പിടിച്ച് അച്ഛൻ പറഞ്ഞ വാക്കിനെ ഓർക്കുന്നു. ഗുവാഹട്ടിയിൽ നിന്ന് 27 കിലോമീറ്റർ റോഡ് മാർഗം യാത്ര ചെയ്താണ് അവിടെ എത്തുന്നത്. 27 കിലോമീറ്റർ അല്ല, 27 മണിക്കൂർ റോഡ് മാർഗം യാത്ര ചെയ്താണ് അവിടെ എത്തുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ പള്ളി അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ഒരു ശക്തിയാണ് അച്ഛനെ അവിടെ ഇന്നും പിടിച്ചു നിർത്തുന്നത്. വളരെ സന്തോഷപൂർവ്വം ജീവിക്കാൻ പറ്റുന്നു. അച്ഛൻ എൻ്റെ ചോദ്യം ഇവിടെ ആ മിസോറാമിനെ കുറിച്ച് തന്നെയാണ്. അവിടുത്തെ ഇന്ന് അച്ഛൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും ഒക്കെ അച്ഛന് പറയാനുള്ളത്? ഞങ്ങളുടെ മിഷൻ കേന്ദ്രം അവിടെ മിസോറാമിൻ്റെ തലസ്ഥാനം ഐസോളിൽ നിന്ന് 7.5 മണിക്കൂർ കൂടി യാത്ര ചെയ്ത് കൊലായിലൂങ് എന്ന് പറയുന്ന കൊലായിലൂങ് ഒരു കുഗ്രാമം എന്ന് പറയാം. കാരണം വഴിയോരത്തുള്ള കുറേ വീടുകളാണ് വില്ലേജ് എന്ന് പറയുന്നത്. അവിടെ നിറയെ പാവപ്പെട്ടവരാണ്. കാശുള്ളവരെന്ന് പറയുന്നവർ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെയ്യുന്നത്, ഞങ്ങൾക്കവിടെ ഒരു സ്കൂളാണ്. അപ്പോൾ ഒരു KG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളൊരു സ്കൂളാണ്. അപ്പോൾ സ്കൂളാണെന്ന് പറയുന്നെങ്കിലും ഞാൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. എങ്കിലും നമ്മൾ സാധാരണ ഒരു സങ്കല്പത്തിലുള്ള സ്കൂളും പ്രിൻസിപ്പളും ഒന്നും അല്ല. കാരണം വളരെ കഷ്ടം പിടിച്ച ജീവിതമാണ്. അവിടെ നമുക്ക് സാധാരണ ഫീസ് പോലും തരുവാനോ അല്ലെങ്കിൽ നല്ല യൂണിഫോം ഇട്ട് വരുവാനോ നല്ല വസ്ത്രം ഇട്ട് വരുവാനോ ഒന്നും സാധ്യതയില്ലാത്ത കുറേ നല്ല മക്കളാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാനിട്ടെന്ന് ഒന്ന് ചിന്തിച്ചപ്പോൾ ഒരു പിടുത്തം കിട്ടിയില്ല. പക്ഷേ ഒരിക്കൽ ഒരു അസംബ്ലിക്ക് ശേഷം കുട്ടികൾ കീറിയ ഉടുപ്പും അല്ലെങ്കിൽ വളരെ ചെറുതായ ഉടുപ്പും ഒക്കെ ഇട്ട് വന്നപ്പോൾ ഞാൻ അവരെ വഴക്ക് പറഞ്ഞു. അതിനുശേഷം ഹെഡ് മിസ്ട്രസ് വന്ന് പറഞ്ഞു, അവർക്കില്ലാത്തതുകൊണ്ടല്ലേ അവരങ്ങനെ വന്നത്, ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ വരില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചാൽ എന്താണ് അവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് വേണം നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ടു കൊടുത്താൽ അവർ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമെന്ന്. അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ മനസ്സ് സ്വീകരിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ, യൂണിഫോമിൻ്റെ കാര്യങ്ങൾ, കുറച്ച് ഇവിടുന്ന് കുറേയേറെ തുണികൾ, പഴയ തുണികൾ കളക്ട് ചെയ്ത് ഒരു 10-74 ചാക്കോളം ആക്കി ഞാൻ ഇവിടുന്ന് മിസോറാം വരെ കൊണ്ടുപോയി എൻ്റെ മക്കൾക്ക് കൊടുത്ത്. അപ്പോൾ അങ്ങനെ കൊടുത്ത് പല കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് അവർ ചോദിച്ചു, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ കണ്ണ് നിറയുന്ന കാണുമ്പോൾ ഞാൻ ഇവിടുന്ന് അവിടെ വരെ കൊണ്ടുപോയ അത്രയും ബുദ്ധിമുട്ടോടുകൂടി കൊണ്ടുപോയ ആ വിഷമം അവരൊറ്റ കണ്ണിലേക്ക് നോക്കുമ്പോൾ എൻ്റെ വിഷമമെല്ലാം മാറുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നതാണ് ഞാൻ ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടതാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ വൈദികൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് എന്നെ കൂടുതൽ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്കവിടെ സ്കൂളുണ്ടെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നതും പല കാര്യങ്ങളും ശ്രമകരമായ കാര്യങ്ങളാണ്. ഒരുപാട് ബുദ്ധിമുട്ടെടുക്കണം. ഒരു തവണയൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നവരല്ല. വീണ്ടും വീണ്ടും സ്നേഹത്തോടുകൂടി കറക്റ്റ് ചെയ്ത് മാത്രമേ അവരെ നേടുവാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അവരുടെ സാഹചര്യങ്ങൾ
പല വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ചെയ്തും മാറ്റുമെങ്കിൽ മാത്രമേ അവർ എന്തെങ്കിലും മാറ്റം അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമകരമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ഇടവകയുണ്ട്, 25 ഇടവകക്കാരുള്ളൊരു ഇടവകയും ഒരു സബ്സ്റ്റേഷൻ 60 വീട്ടുകാരുള്ളത്. പക്ഷേ സബ്സ്റ്റേഷനിലേക്ക് പോകുവാനായിട്ട് എല്ലാ സമയവും ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഒരു വലിയ നദി ഒഴുകുന്നതുകൊണ്ട് പാലമില്ലാത്തതിനാൽ ഞങ്ങൾക്കപ്പുറത്ത് കടന്നുപോയി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വെള്ളം വറ്റുന്ന സമയത്ത് മാത്രം അവിടെ പോകാനും അവിടെ ബലിയർപ്പിച്ച് പ്രാർത്ഥന. അപ്പോൾ അവിടെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പം നമുക്കിവിടെ വലിയ ആഘോഷത്തിൽ നിന്നേക്കാട്ടിലും സന്തോഷമാണ്. കാരണം അവരത്രയും കാലമായിട്ട് കാത്തിരുന്ന് അത്രയും തീഷ്ണതയോടും അത്രയും ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് വേണ്ടി ഈ വലിയൊരു ആഘോഷത്തിൽ പങ്കെടുത്ത് ചെയ്തതുപോലെ നമുക്ക് തോന്നാറുണ്ട്. കാരണം നമ്മളെ കിട്ടാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വിശുദ്ധി വർദ്ധിക്കുവാനും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ആഴപ്പെടുത്താനും ഒക്കെ അത് കാരണമാക്കുന്നുണ്ട്. കാരണം കൂടുതൽ പ്രാർത്ഥനയിലുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ബോധ്യം അവിടെ വെച്ച് കിട്ടുന്നുണ്ട്. സാധാരണക്കാരായ കൃഷിക്കാരാണ് അവിടെ. കൃഷിക്കാർ ഇഞ്ചി കൃഷി, ചെറിയ പച്ചക്കറി കൃഷികൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്ത് വലിയ സമ്പാദ്യങ്ങളോ ഒന്നുമില്ലാത്ത പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫീസ് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കരയാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ സാധാരണ നിലയിൽ പഠിച്ച് വന്ന ഞാൻ അവരോട് കാണിച്ചില്ലെങ്കിൽ പിന്നെ ആര് കാണിക്കുന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിലുള്ളത് കൊണ്ട് കൂടുതൽ പാവങ്ങളോട് സ്നേഹിക്കാനുള്ള മനസ്സും അവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ളൊരു താല്പര്യം കൂടെ അവിടെ ചെന്നതിന് ശേഷം കൂടുതൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമ്മളവരെ മാറ്റിയെടുക്കാറുണ്ട്. പല മോറൽ ലെവലാണെങ്കിലും അല്ലെങ്കിൽ സാംസ്കാരിക ലെവലുകളാണെങ്കിലും അതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പിന്നെ ആഹാര രീതിയൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ അവരെ പോലെ തന്നെ പച്ചക്കറികളൊക്കെ ഞങ്ങൾ പുഴുങ്ങി നല്ല പച്ചരി നന്നായിട്ട് വേവിച്ച് വെള്ളം വറ്റിച്ച് അങ്ങനെയൊക്കെ എടുത്ത് ഷുഗറൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ എങ്കിലും തമ്പുരാനെ പ്രതി ഞങ്ങൾ കഴിക്കുകയാണ്. അവർ കഴിക്കുന്ന രീതി തന്നെ ഞങ്ങളും കഴിച്ച് അവരോട് താതാത്മ്യപ്പെട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ മുഖത്ത് നോക്കുക, അവരുടെ കണ്ണ് നിറയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. ഞങ്ങൾ 2 അച്ഛന്മാരാണുള്ളത്. ഞങ്ങൾക്ക് 2 ഒത്തിരി സന്തോഷത്തോടുകൂടി ക്ലേശം സഹിച്ച് അവർക്ക് നന്മ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇതൊക്കെ പ്രാപ്തരാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളിലൂടെ കർത്താവിനെ കാണുവാനായിട്ട് അവർ സാധിച്ചുകൊണ്ടാണല്ലോ അവരുടെ കണ്ണ് നിറയുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആത്മനിർവൃതിയാണ് ഇത്രയും സഹനങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ തുടർന്നും സേവനം ചെയ്യാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കുന്നത്. സന്തോഷം കൊണ്ടും നന്ദി കൊണ്ടും ആ നിറയുന്ന കണ്ണുകളാണ് നമ്മുടെ സഹനങ്ങളെ അപ്രത്യക്ഷമാക്കി അല്ലെങ്കിൽ അപ്രസക്തമാക്കിക്കൊണ്ട് നമുക്കിത് ചെയ്യാൻ സഹായിക്കുന്നതെന്ന് അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ മനുഷ്യർ എന്തുമാത്രം സ്നേഹമുള്ളവരാണ്, എന്തുമാത്രം ആവശ്യമുള്ളവരാണെന്ന്. അച്ഛൻ്റെ ആദ്യം എപ്പിസോഡിൽ പറഞ്ഞപ്പോഴും അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇപ്പോൾ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ഇപ്പോൾ അച്ഛൻ പറഞ്ഞൊരു സെൻറ്റൻസ് ഇതാണ്: പാവങ്ങളോടൊപ്പം പാവങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാത്ത ഒരു ജീവിതമില്ല ഒരു വൈദികന്. ഒരു വൈദികനാണെങ്കിൽ എപ്പോഴും പാവങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറയുന്നത്. അച്ഛാ, തീർച്ചയായിട്ടും ഇത്രയും ഒരു പാവങ്ങളോടുള്ള ഒരു താല്പര്യം, ചിന്ത അത് ദൈവത്തിൽ നിന്നാണെന്ന് എനിക്ക് ഉറപ്പാണ്. എങ്കിലും എന്താണ് അച്ഛൻ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയാനുള്ളൂ? കാരണം പാവങ്ങളോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ തെറ്റുകളും പാവങ്ങളും തമ്പുരാൻ പൊറുക്കുന്നതായിട്ടും കൂടുതൽ വിശുദ്ധിയിൽ വളരുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് ഒപ്പാനായിട്ട് ഒരു വൈദികന് സാധിച്ചില്ല എങ്കിൽ ആ ജീവിതത്തിന് ഒരുപാട് അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ പാവപ്പെട്ടവന് വേണ്ടി ജീവിച്ച് പാവപ്പെട്ടവന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ അവർ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചതിൻ്റെ അതേ തൃപ്തി നമുക്കുണ്ടാകുന്നുള്ളൂ. കാരണം ക്രിസ്തു പാവപ്പെട്ടവന് വേണ്ടിയുള്ളവനാണ്, പാവപ്പെട്ടവനായവനാണ്. അപ്പോൾ ആ പാവപ്പെട്ടവനെ സ്നേഹിച്ച് മറ്റുള്ളവരും വിശുദ്ധ മദർ തെരേസ ചെയ്തതുപോലെ, മദർ തെരേസയോട് ചോദിച്ചപ്പോൾ മദർ തെരേസ പറഞ്ഞത് ഈശോയെ കുഷ്ഠരോഗികളുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നുള്ളതാണ്. അതുപോലെ പാവങ്ങളിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ നല്ല മിഷണറി ആയിട്ട് അങ്ങേയറ്റം ഒരു ജീവനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പാവങ്ങളെ മറന്നു കഴിഞ്ഞാൽ വൈദിക ജീവിതവുമില്ല, മിഷണറി ജീവിതവുമില്ല, ക്രിസ്തീയ ജീവിതവുമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം പാവങ്ങളുടെയാണ് സഭ. അപ്പോൾ പാവങ്ങളോടൊപ്പം നിൽക്കുന്ന വൈദികനോടാണ് ജനങ്ങൾക്കും കൂടുതൽ താല്പര്യവും. എനിക്കോട് അച്ഛൻ്റെ വാക്കുകളിലും ബോധ്യങ്ങളിലും ഒരുപക്ഷെ OCD സഭയുടെ ഈ പരിശീലനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? അപ്പോൾ അച്ഛൻ്റെ ഈ കോൺഗ്രിഗേഷനെ കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? OCD സഭയെക്കുറിച്ച്, നിഷ്പാതുക കർമ്മരീത്ത സഭ, അല്ലേ? അതിനെക്കുറിച്ച് അച്ഛൻ ഒന്ന് പറയാനുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് നന്ദി ആദ്യം പറയേണ്ടത് അവരോട് തന്നെയാണ്. കാരണം ഞങ്ങളുടെ സഭ അന്ന് ഈ 70 സ്ഥലത്ത് പോയിട്ടും 71ാമത്തെ സ്ഥലം ആയ നിഷ്പാതുക കർമ്മരീത്ത സഭ എന്നെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും വൈദികനാകാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന
ഞങ്ങളുടെ എല്ലാ സുപ്പീരിയേഴ്സും എല്ലാ അധികാരികളും എല്ലാ വൈദികരും ഒക്കെ എൻ്റെ വൊക്കേഷനിൽ എൻ്റെ ദൈവങ്ങളിൽ ഒരുപാട് അർത്ഥം കണ്ടവരാണ്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും എനിക്ക് വൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എന്നോട് നേരിട്ട് പറഞ്ഞ വ്യക്തികളുമുണ്ട്. അപ്പോൾ എൻ്റെ വളർച്ചയിലും എൻ്റെ ഉയർച്ചയിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഭാഗം വഹിച്ചിട്ടുള്ളത് എൻ്റെ പ്രൊവിൻസ് തന്നെയാണ്. എൻ്റെ നിഷ്പാദ കർമ്മലീത്ത സഭയുടെ സെൻറ്റ് ജോസഫ് പ്രൊവിൻസ്, സൗത്ത് കേരള പ്രൊവിൻസാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന പ്രൊവിൻഷ്യൽ അച്ഛന്മാരും അന്നുണ്ടായിരുന്ന അധികാരികളുമൊക്കെ പല സന്ദർഭത്തിലും വ്യക്തിപരമായും വിളിച്ച് പല കാര്യങ്ങളും ഉപദേശങ്ങളും തരുമായിരുന്നു. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് സഹനങ്ങളെ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടേണ്ടത്, അങ്ങനെ പല പല കാര്യങ്ങളും ഒന്നുമില്ലാതിരുന്ന എന്നെ പഠിപ്പിച്ച് വലുതാക്കി എനിക്ക് പട്ടം തരുവാനായിട്ട് മനസ്സ് കാണിച്ച എൻ്റെ സഭയോടാണ് എനിക്ക് കൂടുതൽ നന്ദിയും സ്നേഹവും. അപ്പോൾ സഭ എന്നെ വളർത്തി വലുതാക്കി. അപ്പോൾ സഭയെ മാറ്റി ചിന്തിച്ചുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ പേര് പറയുമ്പോൾ ഞാൻ പലരോടും പറയും OCD മറന്നു പോകരുത്. കാരണം OCD എന്നുള്ളൊരു എക്സിസ്റ്റൻസ് ഇല്ലായെങ്കിൽ ഞാൻ സാധാരണ ആളായി പോകത്തേ ഉള്ളൂ. അപ്പോൾ ആ സഭയാണ് എന്നെ വളർത്തി വലുതാക്കി എൻ്റെ കുറ്റങ്ങളിലും എൻ്റെ തെറ്റുകളും ഒക്കെ ക്ഷമിച്ച്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വ്യക്തിയെ സ്വീകരിക്കുവാനായിട്ട് വളരെ ഉദാര മനസ്കരായവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ വൊക്കേഷൻ അർത്ഥമുണ്ടെന്നുള്ളതും എൻ്റെ വൊക്കേഷൻ യഥാർത്ഥത്തിലുള്ളത് ജെനുവിനാണെന്നുള്ളതും കണ്ടെത്തിയ ഒരുപാട് വൈദികരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനയും അവരുടെ പ്രയത്നവും അവരുടെ സഹകരണവും അവരുടെ സ്നേഹവും ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ OCD വൈദികനായിട്ട് ഇന്ന് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവരെ മറക്കുവാൻ സാധിക്കില്ല, മറിച്ച് എപ്പോഴും അവരാണ് എന്നെ വളർത്തി വലുതാക്കിയെന്നുള്ള ആ ബോധ്യം എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ എപ്പോഴും നിറഞ്ഞ ഹൃദയത്തോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കണമെന്ന് കർത്താവിനോട് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ആ സഭ, എൻ്റെ നിഷ്പാദ കർമ്മലിത്ത സഭ ഇല്ലായിരുന്നുവെങ്കിൽ ആൻ്റണി മേരി ക്ലാരറ്റ് ഉണ്ടാകുമായിരുന്നില്ല. വളരെ വളരെ ശക്തമായ ബോധ്യമാണ് അച്ഛൻ മറ്റൊരു മേഖല എന്ന് പറയുന്നത്, അച്ഛന് മുമ്പ് പറഞ്ഞപ്പോഴൊക്കെ വിശുദ്ധരുള്ള, മാതാവുള്ള അങ്ങനത്തെ ഒരു സഭയെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ കത്തോലിക്ക സഭയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. വിശുദ്ധരെക്കുറിച്ച് അച്ഛൻ എന്താ പറയാനുള്ളത്? അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛനെ സ്വാധീനിച്ച വിശുദ്ധരായിട്ടുള്ള ആളുകൾ? ശരിക്കും എനിക്ക് പറയാനുള്ളത്, വിശുദ്ധരുടെ മാധ്യസ്ഥം വളരെ ശക്തമേറിയതാണ്, ശക്തിയേറിയത്. പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ വിശുദ്ധർക്കുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള നിഷ്പാദ കർമ്മലീത്ത വൈദികനായ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എൻ്റെ സഭയുടെ റിഫോമേഴ്സായ സഭ നവീകരിച്ചവരായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയും വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാനുമാണ്. അപ്പോൾ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ സന്യാസ സഭയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള മാതൃകകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, എനിക്ക് ബോധ്യം തന്നിട്ടുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ സഹനത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നും പറഞ്ഞിരുന്നുണ്ട്. കാരണം അത്രമാത്രം സഹിച്ചൊരു വിശുദ്ധനാണ് വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ. അപ്പോൾ ജീവിതത്തിലുണ്ടായിരുന്ന സഹനങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ നേരിടുവാനായിട്ട് വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ്റെ ജീവിതത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മ, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത്, ഒരു ആത്മാവിനെ നേടുവാനായിട്ട് 1000 തവണ മരിക്കുവാനും ഞാൻ സന്നദ്ധനാണെന്ന്. അപ്പോൾ അമ്മ ത്രേസ്യയെ പോലെ അമ്മ ത്രേസ്യയുടെ ആത്മകഥകളും പഠനങ്ങളൊക്കെ വായിച്ചതിന് ശേഷം എനിക്കുണ്ടായത് ആത്മാക്കളെ നേടാനുള്ളൊരു ത്വരയാണ്. അപ്പോൾ ആത്മാക്കളെ നേടുവാനായിട്ടുള്ള വിളിയാണ് വൈദികൻ്റെ വിളി. അപ്പോൾ അത് രണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ അമ്മ സ്വന്തം അമ്മയായിട്ട്, ഞങ്ങൾ അമ്മയെന്നാണ് വിളിക്കുന്നത്, ആവിലായിലെ അമ്മ ത്രേസ്യ. അപ്പോൾ അമ്മ ത്രേസ്യയുടെ ആ വലിയ ചൈതന്യം, ആത്മാക്കളെ നേടാനുള്ള ചൈതന്യം എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ഞാൻ സ്വാംശീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ്റെ സഹനത്തോടുള്ള സമീപനം, ഇത് കഴിഞ്ഞാലുള്ളത് വിശുദ്ധ കൊച്ചു ത്രേസ്യയാണ്. അപ്പം സ്നേഹിക്കാനായിട്ട് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? സ്നേഹമാണ് എൻ്റെ ദൈവവിളി എന്ന് പറഞ്ഞതുപോലെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് എൻ്റെ ദൈവവിളി കാണിക്കുവാനായിട്ടുള്ള മാതൃക വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ പേരിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ആൻ്റണി മേരി ക്ലാരറ്റ്, അദ്ദേഹവും ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരുപാട് പ്രവർത്തിക്കുകയും പരിശുദ്ധ അമ്മയോട് ഒത്തിരി സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പേര് തിരഞ്ഞെടുത്തതും ആ പേര് മാറ്റാതെ വെച്ചിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒത്തിരി സ്നേഹമുള്ള ആ വിശുദ്ധൻ്റെ ജീവിതവും പാവങ്ങളോടും രോഗികളോടുള്ള സ്നേഹമൊക്കെ അവരിൽ നിന്നും എനിക്കൊരുപാട് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാ വിശുദ്ധരോടും എനിക്ക് ഒത്തിരി സ്നേഹമാണ്. കർമ്മലീത്തൻ എന്ന നിലയിൽ, നിഷ്പാദ കർമ്മലീത്തൻ എന്ന നിലയിൽ ആവിലായിലെ അമ്മ ത്രേസ്യയെയും വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാനും മാറ്റിവെച്ചുകൊണ്ടൊരു പ്രാർത്ഥന ജീവിതമോ ഒരു ചിന്തയോ ഞങ്ങൾക്ക് പാടില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇടപെട്ടിട്ടുള്ളതും വിശുദ്ധ അമ്മ ത്രേസ്യയും വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാനും വിശുദ്ധ കൊച്ചു ത്രേസ്യയുമാണ്. ചെറിയ ചെറിയ വാക്കുകളിൽ ഒത്തിരി ആഴപ്പെട്ട ബോധ്യങ്ങൾ പങ്കുവച്ചിട്ടുള്ള ആളാണ് ആവിലായിലെ അമ്മ ത്രേസ്യ. കാരണം സന്യസ്തർക്കും മറ്റുള്ളവർക്കൊക്കെ എത്ര ദിവസം ധ്യാനിച്ചാലും തീരാത്ത ആഴങ്ങളുള്ള ചെറിയ ചെറിയ വാക്കുകൾ പലപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് അച്ഛൻ പറയുമ്പോഴും. അതുകൊണ്ട് തന്നെ അത് വളരെ കൂടുതൽ ഹൃദയസ്പർശിയാകുന്നു. അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒക്കെ ഒരു വിശുദ്ധിയുള്ള ജീവിതത്തിലേക്ക് നമ്മളെ സഹായിക്കും.
വൈദികരുടെ ജീവിതത്തിൽ മനുഷ്യരെല്ലാം പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ ആളുകൾ വളരെ ബഹുമാനത്തോടെ കാണുന്നതും വിശുദ്ധ ജീവിതം നയിക്കുന്നവർ എന്നാണ് വൈദികരെക്കുറിച്ച് ജാതി മത ഭേദമന്യേ എല്ലാവരും കാണുന്നത്. പക്ഷെ ഇന്നറിയാം നമുക്ക് തീർച്ചയായിട്ടും ചില വീഴ്ചകൾ മാത്രം മറ്റു വിധത്തിൽ മാധ്യമങ്ങളും എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നതുകൊണ്ട് വൈദികരെക്കുറിച്ചുള്ള മറ്റുള്ള തെറ്റായ ചിന്തകളും ഒക്കെ വരുന്നു. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇന്നത്തെ ലോകത്ത് വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. പക്ഷെ അസാധ്യമല്ല ഒരിക്കലും. എങ്ങനെയാണ് അച്ഛൻ സാധിക്കുന്നത്? അച്ഛനൊക്കെ ഒരു വിശുദ്ധമായ ജീവിതത്തിൽ വിശുദ്ധിയിൽ നിലനിൽക്കാൻ സഹായിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധമായ ജീവിതത്തിൽ നിലനിൽക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരിശുദ്ധ കുർബാനയോടുള്ള വിശ്വാസം ആഴപ്പെടുത്തണം. ഞാൻ ആദ്യം പറഞ്ഞ ലളിതമായ വിശ്വാസം, ഇത് എൻ്റെ കർത്താവാണ്, എന്നെ സ്നേഹിക്കുവാനും എന്നെ സംരക്ഷിക്കുവാനും കൽപ്പുള്ളവനാണെന്നുള്ള ആ സിമ്പിൾ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് മാറാനായിട്ട് പറ്റും. ഒപ്പം പരിശുദ്ധ ജപമാലയും ചൊല്ലി, പരിശുദ്ധ ജപമാല ഭക്തിയോടുകൂടി ചൊല്ലുന്ന ഒരു വ്യക്തികളെ ഉപേക്ഷിക്കില്ല എന്നുള്ളത് വളരെ സത്യവുമാണ്. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ നടക്ക് ജപമാല കണ്ണുനീരോട് കൂടെ ചൊല്ലിയത് ഒന്നും അത് പാഴായി പോയിട്ടില്ല, അത് അനുഗ്രഹമായിട്ടുണ്ട്. അപ്പോൾ ഈ വിശുദ്ധ ജീവിതം നയിക്കണം ഈ രണ്ട് കാര്യം, വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും, അതാണല്ലോ കത്തോലിക്ക സഭയുടെ പ്രത്യേകതകൾ. ഈ രണ്ടും കൂട്ടിയിണക്കി കൊണ്ടുപോവുകയാണെങ്കിൽ അശുദ്ധിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാനേ സമയം കിട്ടില്ല. പൂർണ്ണമായ സമയത്തും അല്ലെങ്കിൽ മുഴുവൻ സമയത്തും നമുക്ക് വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ, കാരണം വിശുദ്ധൊരു ഉറവിടമായ പരിശുദ്ധ കുർബാനയും വിശുദ്ധൊരു ഉറവിടമായ പരിശുദ്ധ അമ്മയും നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അശുദ്ധിയെക്കുറിച്ച് നമുക്ക് ചിന്ത വരില്ല, നമുക്ക് വിശുദ്ധമായിട്ട് ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രാർത്ഥന കൈവിട്ടാൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്, മുഴുവനും കൈവിട്ടു പോയി എന്നുള്ളതിൽ സംശയമില്ല. അച്ഛൻ്റെ മുമ്പ് എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പറഞ്ഞത്, അച്ഛന് കേരളത്തിലേക്ക് എത്തി അവധിക്ക് വരുമ്പോൾ പോലും ധാരാളം പേര് പെരുന്നാൾ കുർബാനയ്ക്കൊക്കെ വിളിക്കുന്നു. അതിൻ്റെ ഒരു കാരണം തന്നെ ഒന്ന് അച്ഛൻ്റെ ജീവിതാനുഭവം, രണ്ട് പാട്ടാണ്. അച്ഛൻ അങ്ങനെ ചെറുപ്പം മുതലേ പാടുന്ന ആളായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എപ്പോഴാണ് ഈ പാട്ടുണ്ടായത്? എങ്ങനെയാണ് പാട്ട് തിരിച്ചറിഞ്ഞത്? അച്ഛാ ഒന്ന് പറയാം. യഥാർത്ഥത്തിൽ ഞാൻ പാട്ടുകാരനൊന്നും ആയിരുന്നില്ല, ഇപ്പോഴും ഞാൻ ആണെന്ന് പറയുന്നില്ല, എങ്കിലും വിശുദ്ധ കുർബാനയിലുള്ള പാട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പോട്ടയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ധ്യാനത്തിൻ്റെ സമയത്ത്, അപ്പോൾ ആ പാട്ട് കേട്ടുമ്പോൾ ഒരുപാട് ആഗ്രഹം, ഉള്ളിൽ ഒരുപാട് പാടും, പക്ഷേ സ്വരമില്ല. അന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച്, ഈശോ എനിക്ക് സ്വല്പം സ്വരം തരികയാണെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പാടിക്കൊള്ളാമെന്ന് പറയായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു, ഞാൻ ഇങ്ങനെ ഈ സെമിനാരി അഡ്മിഷന് വേണ്ടി വന്നപ്പം ഒരു പാട്ട് പാടാമെന്ന് എന്നോട് ചോദിച്ചു. അപ്പം സ്നേഹസ്വരൂപ തവദർശനം എന്നുള്ള പാട്ടാണ്. എനിക്ക് പോലും അറിയില്ല ഞാൻ അത്രയും പിച്ചിൽ പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ നന്നായിട്ട് പാടിയെന്ന് അവിടുത്തെ വൈദികരും ആൾക്കാരും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ ട്രൈ ചെയ്താൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയിട്ടൊന്ന്. പിന്നെ എൻ്റെ ഇടവകളിൽ പള്ളിയിൽ കുറച്ച് നാൾ പാടാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ വീട്ടുകാർ വിശ്വസിച്ചിരുന്നില്ല. സെമിനാരിൽ ചെന്നതിന് ശേഷം ഞാൻ പറയുമ്പോൾ എൻ്റെ അമ്മ പറയായിരുന്നു, ഈ പള്ളി വന്ന് നീ പാടുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയും. അങ്ങനെ ഒരിക്കലും ഞാൻ പള്ളിയിൽ പാടി അങ്ങനെ വിശ്വസിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ കവിതകളൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. പക്ഷേ പോട്ടയിൽ പോയതിന് ശേഷം എനിക്ക് തന്നെ അറിയില്ല, ഞാൻ പാട്ടുകൾ എഴുതാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ മൊത്തം 967 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. മൂന്ന് പാട്ടുകൾ കാസറ്റിൽ വന്നിട്ടുണ്ട്. 967 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഷാജി തുമ്പേച്ചിറച്ചൻ്റെ പ്രാർത്ഥന എന്നൊരു കാസറ്റ് സി ഡിയിൽ, പിന്നെ ഒരു പവിത്രം എന്നൊരു CD-യിൽ, കുരിശിൻ്റെ മാറിൽ എന്നൊരു ഇങ്ങനെ 3 CD-കളിലും 3 പാട്ടുകൾ വീതം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത്രയും എഴുതുവാനായിട്ട് എനിക്ക് സാധിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മൂളിപ്പാട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കൊടുത്ത് വന്ന് എഴുതുമായിരുന്നു, അല്ലെങ്കിൽ അത് മറന്നു പോകും. അങ്ങനെ കുറേ പാട്ടുകൾ, ഒരു ദിവസം 15 പാട്ടും 20 പാട്ടും ഒക്കെ എഴുതിയായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പം സാഹചര്യങ്ങൾ വ്യത്യാസമായതുകൊണ്ട് കുറച്ച് കുറഞ്ഞെന്ന് മാത്രം. അച്ഛൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് അച്ഛൻ എഴുതിയതാവാം, എഴുതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛന് ഇഷ്ടമുള്ള പാടാൻ കംഫർട്ടബിളായിട്ടൊരു പാട്ടിൻ്റെ ഒരു 4 വരി പാടാൻ വെച്ചു. ഹൃദയം മുറിയുന്ന വേദനയെന്നാലും നിൻ ദിവ്യകാരുണ്യമാശ്വാസമായി, മുറിയപ്പെടുന്ന നിൻ മേനി കാണുമ്പോൾ അകലുന്നു ദൈവമേ എന്നൊമ്പരം, മുറിയപ്പെടുന്ന നിൻ മേനി കാണുമ്പോൾ അകലുന്നു ദൈവമേ എന്നൊമ്പരം, തിരുവോസ്തിരൂപനായി തീരാത്ത സ്നേഹമായി വന്നണയും എൻ്റെ പൊന്നേശുവേ, ആത്മാവിലായിരം ദീപങ്ങളുണരും ആ തിരുരൂപം കാണുമ്പോൾ.
വളരെ വളരെ മനോഹരം അച്ഛാ. കാരണം ഇത് അച്ഛൻ തന്നെ എഴുതിയതായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴം ആ പാട്ടിൻ്റെ വരികളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാര്യം. പിന്നെ അച്ഛൻ ഈ ഇന്നത്തെ ഒരു നമ്മളുടെ 2 എപ്പിസോഡിലും മുഴുവൻ സമയവും അച്ഛൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സഹന ജീവിതത്തിൻ്റെ ഭാഗമാണ്, സന്യസ്ത ജീവിതത്തിൻ്റെ ഭാഗമാണ്. സഹനങ്ങളെ അതിജീവിക്കാൻ ദൈവം സഹായിക്കും. അപ്പോൾ എങ്ങനെയാണത് സഹായിക്കുന്നതിനുള്ള കാതലാണ് അച്ഛൻ പാടിയത്. കാരണം നമുക്ക് വേണ്ടി പിടയേറ്റ ക്രിസ്തുവിൻ്റെ ആ ഒരു രൂപം കാണുന്നതും അത് ധ്യാനിക്കുന്നതും ഒത്തിരി ഒത്തിരി സന്തോഷം അച്ഛൻ. അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഒരു പക്ഷേ അവസാനത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുള്ള ഒരു മിഷനിലേക്ക് അച്ഛനെ നാളെ സഭ അയക്കുമായിരിക്കാം. അങ്ങനത്തെ സ്ഥലം ഉണ്ടാവുമല്ലോ അല്ലേ, ഏറ്റവും അല്ലോ. അപ്പോൾ എന്തായിരിക്കും അച്ഛൻ്റെ ഒരു പ്രതികരണം അതിനോട്? തീർച്ചയായിട്ടും സന്തോഷമാണ്. ഒന്നാമത്തെ കാരണം, സന്യാസി എന്ന നിലയിൽ അനുസരണം വേണം. അനുസരണമില്ലാത്ത സന്യാസിയെ കൊണ്ട് യാതൊരു ഉപയോഗവും സഭയ്ക്കുണ്ടാവില്ല. അപ്പോൾ അനുസരണം എന്ന് പറയുന്നത് ഞങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുന്നതാണ്. അപ്പോൾ അധികാരികളിൽ ദൈവത്തെ ദർശിച്ചുകൊണ്ട് ഇതാ എന്ന് പറയുന്നതാണ് അനുസരണം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ദൂരമുള്ള സ്ഥലമായാലും എത്ര കഷ്ടപ്പാടുള്ള സ്ഥലമാണെങ്കിലും അധികാരികൾ അവിടെ പോകാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പോകാനായിട്ട് സന്നദ്ധനാണ്. കാരണം പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും എന്നെ സഹായിക്കുവാനായിട്ട് അവിടെ ഉണ്ടാകുമെന്നുള്ള ആ ബോധ്യമുണ്ട്. അപ്പോൾ അവരിലൂടെയാണ് ഈശോ പറയുന്നത്, അധികാരികളിലൂടെയാണെന്നുള്ള ആ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോട് പറയുന്നത്, ഞാൻ പോകാൻ തയ്യാറാണ്, എൻ്റെ ആരോഗ്യവും ബാക്കി കാര്യങ്ങളും അമ്മ ചെയ്തു തരണം. അമ്മ ചെയ്ത് തന്നിട്ടുണ്ട്, തരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി എവിടെ പോകാൻ പറഞ്ഞാലും സന്തോഷമാണ്, ഞാൻ പോകും. ഫാദർ ആൻ്റണി മേരി ക്ലാരറ്റ് ഒരു വിശുദ്ധൻ്റെ നാമമാണ്. ഫാദർ ആൻ്റണി മേരി ക്ലാരറ്റ് എങ്ങനെയുള്ള അച്ഛനായിത്തീരണം, അല്ലെങ്കിൽ എന്തായിത്തീരണം എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം? ഒടുവിൽ എങ്ങനെ ആയിത്തീരണം? ഞാൻ പറയാനുള്ളൊരു കാര്യമാണ്, ജീവിക്കുന്ന അത്രയും കാലം നിഷ്പാദ കർമ്മല്യത്തിനായി പാവങ്ങളെ സ്നേഹിക്കുന്ന വിശുദ്ധിയുള്ള വൈദികനായി തീരണം. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. എന്നാണോ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്, അന്ന് എൻ്റെ ശ്വാസവും നഷ്ടപ്പെട്ടു പോകണമെന്നാണ്. വിശ്വാസമില്ലാത്ത ശ്വാസം എനിക്ക് ആവശ്യമില്ല. ആ വിശ്വാസമില്ലാത്ത ശ്വസിക്കുന്ന ഞാൻ ആൻ്റണി അല്ല, കത്തോലിക്കനല്ല എന്നുള്ളൊരു ബോധ്യമാണ്. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുന്നിട്ട് എൻ്റെ ശ്വാസവും നഷ്ടപ്പെട്ടു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടിപൊളി അച്ഛൻ. അച്ഛൻ പറഞ്ഞതാണ്, അതായത് വിശ്വാസം എന്ന് നഷ്ടപ്പെടണോ അന്ന് എൻ്റെ ശ്വാസവും നിറയ്ക്കണം. കാരണം വിശ്വാസം ഇല്ലാത്തൊരു ശ്വാസം എനിക്ക് ആവശ്യമില്ല. വിശ്വാസമില്ലാത്ത ഒരു ശ്വാസം എടുക്കുന്നത് ആൻ്റണി ആവില്ല, ആൻ്റണി ആകരുത്. എനിക്ക് അങ്ങനത്തെ ഒരു ശ്വാസം വേണ്ട. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ വിശ്വാസം നഷ്ടപ്പെടരുത് എന്നാണ് അച്ഛൻ പറയാൻ ശ്രമിച്ചത്. അതിനു മുമ്പ് അച്ഛൻ പറഞ്ഞ പോലെ പാവങ്ങളെ സ്നേഹിക്കുന്ന വിശുദ്ധിയുള്ള, ഒരുപക്ഷെ അച്ഛൻ ഈ തിരക്കിൽ പറയാൻ വിട്ടുപോയതാണെങ്കിലും മുൻപ് ആവർത്തിച്ചു പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനായി തീരാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവട്ടെ അച്ഛൻ. അച്ഛന് ഒരു പ്രാർത്ഥിക്കുന്ന, പാവങ്ങളെ സ്നേഹിക്കുന്ന, വിശുദ്ധിയുള്ള വൈദികനായി അവസാന ശ്വാസം വരെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയോടെ ജീവിക്കാൻ ദൈവം കൃപ തരട്ടെ. അച്ഛൻ പങ്കുവച്ച ഓരോ കാര്യങ്ങളും ആദ്യ എപ്പിസോഡ് മുതൽ ഈ 2 എപ്പിസോഡിലും അച്ഛൻ്റെ ഒരു ജീവിത സാഹചര്യം, അത്തരമൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ക്രിസ്തുവിനെ അന്വേഷിച്ച് വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് സ്വയം നടന്നു വന്ന് ഒരു കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് അതിനുശേഷം വൈദിക ജീവിതത്തിലേക്ക് പോയി. വൈദിക ജീവിതത്തിന് വേണ്ടി അച്ഛൻ മുട്ടിയ വാതിലുകളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. 70 സ്ഥലത്താണ് അച്ഛൻ മുട്ടിയത്. പക്ഷേ സ്വാഭാവികമായിട്ടും നിരസിച്ചവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകാം തീർച്ചയായിട്ടും. പക്ഷെ അച്ഛൻ അതിലൊന്നും നിരാശപ്പെട്ടില്ല. കാരണം ക്രിസ്തുവിനൊരു പദ്ധതി ഉണ്ടെന്ന്, അല്ലെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് അച്ഛന് പൂർണ്ണ ബോധ്യമുണ്ട്. അതാണ് അച്ഛൻ ആവർത്തിച്ചു പറഞ്ഞതും ജെറമിയായിലെ തിരുവചനം കോട്ട് ചെയ്തിട്ട്. ഒത്തിരി സന്തോഷം അച്ഛൻ. അവസാന ശ്വാസം വരെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വലിയ ദീപസ്തംഭമായി അച്ഛനെ എന്നും കർത്താവ് കാക്കട്ടെ. ഈ ശാലോം TV-യിലെ ജോഷു എന്ന പ്രോഗ്രാമിലെ അച്ഛൻ്റെ 2 എപ്പിസോഡിലെയും സാന്നിധ്യത്തിനും ജീവിതത്തെ വളരെ സ്വാതന്ത്ര്യത്തോടെ തുറന്ന് പങ്കുവച്ചതിനും ഒത്തിരി നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ
സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.